ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ പരിഗണിക്കാൻ തീരുമാനമായി. അതേസമയം വീട്ടിക്കാട് കോറി വിഷയത്തിൽ പ്ലക്കാർഡുമായി കൗൺസിലറുടെ പ്രതിഷേധവും യോഗത്തിൽ ശ്രദ്ധയാകർഷിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങളാണ് കൗൺസിൽ യോഗം കൈക്കൊണ്ടത്. ബുധനാഴ്ച നടന്ന ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് പുതുതായി വന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ പരിഗണിക്കേണ്ട വിഷയം ചർച്ചയിൽ വന്നത്. പെൻഷൻ നിർത്തലാക്കിയെന്ന ഉത്തരവ് ലഭിക്കാത്തിടത്തോളം പെൻഷൻ നടപടിക്രമത്തിനനുസരിച്ച് പാലിക്കപ്പെടുമെന്ന് നഗരസഭാ സെക്രട്ടറി വി.ടി. പ്രിയ പറഞ്ഞു. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും നിലനിൽക്കുന്നത് പോലെ ഇതും നിലനിൽക്കുന്നുണ്ടെന്നും അതിനാൽ പെൻഷൻ അപേക്ഷയും തുടർ നടപടികളും സ്വീകരിക്കുന്നതിൽ മുടക്കുവരുത്തേണ്ട കാര്യമില്ല എന്നും കൗൺസിലർമാർ അഭിപ്രായപ്പെട്ടു. ഇതേ തുടർന്നാണ് പുതിയ അപേക്ഷകൾ പരിഗണിക്കാൻ തീരുമാനമായത്. ഒട്ടനവധി ആൾക്കാർ അപേക്ഷ കൊടുത്ത് ആ അപേക്ഷയിൽ തീരുമാനം, അവർക്ക് ഒരു മാസത്തെ പെൻഷൻ പോലും വാങ്ങിക്കാൻ കഴിയാതെ അതിന്റെ ഇടക്കാലത്ത് വെച്ച് മരിച്ചുപോയ ആളുകളുണ്ട്. ഒരു വർഷത്തോളം സമയം ഈ സൈറ്റ് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു കിടക്കരുത്. അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ മുൻ സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, മാസങ്ങളോളം കുടിശ്ശികയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ കൊടുക്കാത്ത സാഹചര്യം ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രത്യേകിച്ചൊരു അറിയിപ്പോ തീരുമാനോ ഉത്തരവൊന്നും ഇല്ലാതെ ഇങ്ങനെ മുടങ്ങുന്ന സാഹചര്യം ആദ്യമായിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്വീകരിക്കേണ്ട നടപടികൾ പെൻഷനായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സ്വീകരിക്കുന്നതോ അതിന്റെ പ്രൊസീജിയർ നടത്തുന്നതോ മുടക്കം വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാറ്. അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങി ജനുവരി മാസം മുതൽ നമ്മളത് കേരളത്തിനകത്ത് നൽകാൻ തുടങ്ങി. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിക്കകത്ത് നമ്മൾ കുറച്ച് വൈകിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചത്, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. ആ സമയത്ത് നമുക്കറിയാം, വളരെയേറെ നമ്മുടെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിക്കകത്തും ഈ കൗൺസിൽ ഉൾപ്പെടെ നമ്മൾ വളരെയേറെ ക്രൂശിക്കപ്പെട്ടതാണ്. എന്താണ്, 1000 രൂപ ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്കകത്തുള്ള സ്ത്രീകൾക്ക് കിട്ടേണ്ട 1000 രൂപ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് കൊടുക്കാത്തതാണ് എന്നൊക്കെ പലതരത്തിലുള്ള ചർച്ച വന്നിട്ടുണ്ട്. പക്ഷേ നിലവിൽ അത്തരത്തിലൊരു പ്രശ്നങ്ങളില്ലാതെയായിട്ട് പോലും നമുക്കറിയാം, അന്ന് നമുക്ക് വളരെ വേദനിച്ചെങ്കിൽ പോലും ആ വേദന ഇന്നും നമുക്ക് നിലനിൽക്കാം. കാരണം ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴും സെക്രട്ടറിയുടെ റിപ്പോർട്ടിനും പറയുന്നത് നിലവിൽ ഈ പെൻഷൻ നിർത്തിയിട്ടില്ല എന്നാണ്. പക്ഷെ എങ്കിൽ ഇത് അതിനുശേഷം കൊടുത്ത ആളുകൾക്ക് ബാക്കി നിൽക്കേണ്ട തുകയും പുതിയതായി അപേക്ഷിച്ച ആളുകൾക്ക് ഏകദേശം എന്ന് പണം നൽകാൻ പറ്റും എന്നുള്ളത് അന്നുണ്ടായ അതേ വേദനയോട് കൂടി തന്നെയാകും ഇപ്പോഴും സ്ത്രീകൾ ആ പെൻഷനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നിലവിൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ റിപ്പോർട്ടുണ്ടോ സെക്രട്ടറി സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. നിലവിൽ നമ്മളതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ നമുക്കൊരു മറുപടി എന്ന് ഇത്ര രൂപത്തിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ള മറുപടി നമുക്ക് നൽകാൻ സാധിക്കുമെന്നുള്ളത് കൂടി ചേർന്ന് പറയാം. കൂടാൻ പോകുമ്പോൾ ഏറെ പ്രയാസപ്പെടുക എന്താ വെച്ചാൽ സ്ത്രീ ജനങ്ങൾ ചോദിക്കും, നിലവിൽ നമുക്കാണെങ്കിൽ 2 മാസം കിട്ടാൻ ബാക്കിയില്ല. അപ്പോൾ എന്ത് മറുപടി പറയണം എന്നുള്ളൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് നമ്മുടെ ആശങ്കകൾ ദൂരീകരിക്കുന്ന രീതിക്കനുസരിച്ച് എന്തെങ്കിലും സർക്കുലർ ഉണ്ടോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സർക്കുലർ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടും നിർത്തിവെച്ചു എന്ന് പറയാം, അതും കിട്ടുന്നില്ല. അപ്പോൾ നേരത്തെ ജയൻ പറഞ്ഞിട്ട് ഇത് കിട്ടുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭകളിലും വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്ന അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി പുതിയ അപേക്ഷകൾ സ്വീകരിക്കണം എന്നുള്ള മറുപടിയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 3 മാസത്തോളം പെൻഷൻ പെൻഡിങ്ങായി കിടക്കുകയാണ്. ഇപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ നമ്മൾ നിരവധിയായിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മുടെ ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്കകത്ത് 2675ഓളം പെൻഷനാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കൃത്യമായിട്ട് 2 മാസക്കാലം കൊടുത്തുകൊണ്ടിരുന്ന ഒരു പെൻഷൻ പെട്ടെന്ന് നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് അത് വേണ്ട രീതിയിൽ ഇടപെട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വന്ന സമയത്ത് നമ്മൾ ഒരു നിവേദനം നൽകുകയുണ്ടായി. നമ്മുടെ കമ്മിറ്റിയിൽ നിന്നും ഒരു നിവേദനം നൽകുകയുണ്ടായി. എന്തായാലും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ അടിയന്തരമായിട്ടൊരു നടപടി സർക്കാർ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൗൺസിൽ മുകളിലേക്ക് വീണ്ടും ഒരു അപേക്ഷ കൊടുക്കണം എന്നുള്ളൊരു അറിയിപ്പാണ് എനിക്ക് പറയാൻ. വീട്ടിക്കാട് പരിസരത്ത് പുതുതായി കോറി പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ ചർച്ച ചെയ്യുന്ന അജണ്ടയിൽ ഭൂമി തരം മാറ്റി നൽകി ഇനിയും വീട്ടിക്കാട്ടെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തരുത് എന്ന സന്ദേശം എഴുതിയ പ്ലക്കാർഡുമായാണ് 15ാം വാർഡ് കൗൺസിലർ സമീറ ഗഫൂർ കൗൺസിൽ യോഗത്തിൽ പ്രതികരിച്ചത്. പ്രദേശവാസികളുടെ ആശങ്ക അവസാനിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മാസ്റ്റർ പ്ലാനിംഗ് ഭേദഗതിക്ക് ആക്ഷേപങ്ങൾക്കുമുള്ള അറിയിപ്പ് പദ്ധതിയുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നഗരസഭ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ അപേക്ഷ എങ്ങനെയാണ് ഇപ്പോൾ ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വീട്ടിക്കാത്ത ജനങ്ങളുടെ തൊഴിൽ ജീവിതത്തിനും
ഈ ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ പിന്തുണയും നൽകണമെന്നാണ് പറയാനുള്ളത്. ജനങ്ങളുടെ കൂടെയാണ് നഗരസഭ എന്നതും അപേക്ഷ പരിഗണിക്കേണ്ടതില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡൈസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ അഭിപ്രായങ്ങൾ കേട്ടു. ആ ഒരു പ്രദേശത്തെ കൗൺസിലർ, അതിലുപരി ചെർപ്പശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കൗൺസിലർ, 1-ാം വാർഡ് കൗൺസിലർ ജിത്തു പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് വീട്ടിക്കാട് എന്ന പ്രദേശം കോറി പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ 1, 2, 3 കോറികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആകെ ശോചനീയമായ അവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ള സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ കാര്യമായാലും കൃഷിയുടെ കാര്യമായാലും അതുപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യമായാലും എല്ലാത്തിലും ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് അത് നന്നായി ബാധിച്ചിട്ടുണ്ട്. റോഡിന്റെ ഗതാഗത യോഗ്യമായ ഒരു റോഡ് വേണമെന്നുള്ളതും ജലം, വെള്ളം, വായു അത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അപ്പോൾ അത് സുരക്ഷിതമായ രീതിയിൽ വേണമെന്നുള്ളത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ആ റോഡുമായി സംബന്ധിച്ച് നമ്മൾ ഇതുപോലെ കുറേയേറെ ചർച്ചകളിലും യോഗങ്ങളിലെല്ലാം ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാം അത് അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കോറികളുടെ പ്രവർത്തനം കൊണ്ടാണ് അവർ ആ ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു ഗതാഗത യോഗ്യമല്ലാത്ത റോഡൊക്കെ അനുഭവിച്ചു വരുന്നത്. അപ്പോൾ ഈ അജണ്ട മൂലം അവിടുത്തെ ആളുകളുടെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് ഇനിയും അവിടെ ഒരു കോറി പ്രവർത്തിക്കും എന്നുള്ള ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് വെക്കാൻ നമുക്ക് കഴിയില്ല. കൂടാതെ വീട്ടിക്കാട് പ്രദേശത്ത് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന മുഴുവൻ കോറികളുടെയും സർവേ നമ്പറുകളും രേഖകളും കൃത്യമായി പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. വിവിധ വാർഡുകളിലെ ഗതാഗത തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്നതുൾപ്പെടെ 31 അജണ്ടകളാണ് ബുധനാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.